ഹലോ ഗൈസ്, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് സോയാ ചങ്ക്സ് ആണേ. സോയാബീൻ എന്നൊക്കെ പറയും. സോയാബീൻ വെച്ച് ഇന്ന് ഞാൻ കട്ട്ലേറ്റ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ചൂടുവെള്ളത്തിൽ കുതിർത്തെടുത്ത സോയാബീൻ നല്ലോണം പിഴിഞ്ഞു മാറ്റി മിക്സിയുടെ ജാറിലേക്ക് ആക്കാം. ഇതിലേക്ക് മല്ലിയില, പച്ചമുളക്, ഒരു ചെറിയ ഇഞ്ചി കഷ്ണം, 3-4 വെളുത്തുള്ളി, ഇത്രയും കൂടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നല്ലോണം അരഞ്ഞു പോകരുത് കേട്ടോ. ഇതിലേക്ക് കൊത്തി എരിഞ്ഞ സവാള, പുഴുങ്ങി ഉടച്ചെടുത്ത് ഉരുളക്കിഴങ്ങ്, 2 സ്പൂൺ കടലമാവ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും കൂടെ ഇട്ട് കൈ വെച്ച് നല്ലോണം കുഴച്ചെടുക്കാം കേട്ടോ. ഓൾമോസ്റ്റ് പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട്ലേറ്റിന്റെ ഷേപ്പിലാക്കി എടുത്ത് മുട്ടയിലൊന്ന് മുക്കിയെടുത്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇതെല്ലാം ഞാൻ അങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ഇത് എയർ ഫ്രയറിൽ കുക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അതും അല്ലെങ്കിൽ വേറൊരു പരിപാടി ഉണ്ട്. ആ മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഒന്നും കോട്ട് ചെയ്യാതെ ആ ഒരു മിക്സ് കയ്യിൽ വെച്ച് നല്ലോണം പരത്തി എടുത്തിട്ട് ചപ്പാത്തി കല്ലിൽ ചുട്ടെടുക്കുകയും ചെയ്യാട്ടോ. പക്ഷെ ഞാനിവിടെ ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അല്ലെങ്കിൽ ഈ അൺഹെൽത്തി സാധനങ്ങൾക്കാണല്ലോ ടേസ്റ്റ് കൂടുതൽ അല്ലെ. ഒന്ന് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഒറ്റ വയറ്റിൽ തന്നെ ഞാൻ വണ്ടടിച്ചു. ഇത് സോയാബീൻ വെച്ചിട്ടുള്ള കട്ട്ലേറ്റ് ആണെന്ന് ആരും പറയൂല കേട്ടോ. എനിക്ക് ചിക്കന്റെ ടേസ്റ്റ് പോലെയൊക്കെ തോന്നി. വീട്ടിൽ സോയാബീൻ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂന്നേ, ഇഷ്ടപ്പെടും. അപ്പോ ടാറ്റാ.